അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ സയ്യിദ് ത്വാഹ ഹുസൈൻ തങ്ങളവർകൾ, അതുപോലെ തന്നെ വേദിയിലുള്ള മറ്റു ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഓമാനൂർ ശുഹദ ഇസ്ലാമിക് സെൻറ്റർ കമ്മിറ്റി കോംപ്ലക്സ്, ഇസ്ലാമിക് കോംപ്ലക്സ്, ഈ കോംപ്ലക്സിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇങ്ങനെ മഹത്തായൊരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞത് എൻ്റെ മനസ്സിനൊരു കുളിർമ പകരുന്നു. ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുന്നു. അതിലപ്പുറം നിങ്ങളുമായി ഇവിടെ കുറച്ച് സമയം ചെലവിടാനും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം കാണാനും അതിലേറെ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചത് എനിക്ക് സന്തോഷം പകരുന്നു. പ്രിയപ്പെട്ട സയ്യിദ് ത്വാഹ ഉസ്താദ് എന്നോട് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞു. 1998 സ്ഥാപിതമായ ഈ സ്ഥാപനം 4 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതിൻ്റെ വിദ്യാർത്ഥികൾ, ഇതിൻ്റെ പ്രോഡക്ട്സ്, ആ വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ അഡ്വക്കേറ്റ്സ്മാരായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഏറെ സന്തോഷം തോന്നുന്നു. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തെ കൂടുതൽ അതിവേഗതയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ മഹാരാജ്യം, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരുപാട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ത്വാഹ ഉസ്താദ് അതിലേക്ക് ചൂണ്ടുവിരൽ കാണിക്കുകയുണ്ടായി. അതുപോലെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ നിന്നുകൊണ്ടും നമ്മുടെ കേരളം പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനങ്ങൾ, പരിശുദ്ധമായ ദീനിൻ്റെ എല്ലാ പൈതൃകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എല്ലാം ഇന്ന് കേരളത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും, ഞാൻ ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാളേറെ എന്നല്ല ഞാൻ പറയുന്നത്, ലോകത്തിലെ തന്നെ ഇതര മുസ്ലിം സമൂഹത്തിൻ്റെ കൂട്ടായ്മകളിൽ നിന്ന് വ്യത്യസ്തമാക്കുകയാണ് നമ്മുടെ കേരളത്തെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഫെസ്റ്റിവൽ, സ്റ്റുഡൻസ് ഫെസ്റ്റിവൽ, ഇതിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ എൻ്റെ സന്തോഷം അറിയിക്കുന്നു. നിങ്ങൾ ലോകത്തേക്ക് പറക്കാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് സോണിലാണ് ഇപ്പം നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തയും അതുപോലെ തന്നെ ഭാവനയും കാഴ്ചപ്പാടും അറിവും മറ്റെല്ലാ വിവേകവും വിജ്ഞാനവുമെല്ലാം നിങ്ങൾക്ക് തന്ന് ഈ സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾ ഉയർന്നു പറക്കണം. നിങ്ങളുടെ ചിറകുകളെന്ന് പറയുന്നത്, ആ ചിറകുകൾ പറക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരുപാട് വർണ്ണാഭമായ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കുണ്ട്. ആ വർണ്ണാഭമായ കാഴ്ചപ്പാടുകൾക്ക് നിറം പകരുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നിർവഹിക്കുന്ന മഹത്തായ ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ഏറ്റവും പ്രാപ്തരായിട്ടുള്ള, ശിക്ഷണം ലഭിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ശിക്ഷണം നൽകാൻ കാര്യപ്രാപ്തിയുള്ള അധ്യാപകരുമൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. നമ്മൾ ഇത്ര അനുഗ്രഹീതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നമ്മളൊക്കെ വളർന്നു വന്നു. ഇവിടെ നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഒരുമിച്ച് പഠിച്ച് പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നു. അതിനൊക്കെ പര്യാപ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. എനിക്കെൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ വലിയ മാറ്റങ്ങൾ ലോകത്ത്, നമുക്ക് പ്രവചിക്കാനാവാത്ത വിധം വലിയ മാറ്റങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ നിമിഷ നേരം കൊണ്ട്, നമ്മൾ കണ്ണിമ എന്ന് പറയല്ലോ, ഒന്ന് കണ്ണ് ചിമ്മി എണീക്കുന്ന സമയം കൊണ്ട് ലോകത്ത് വലിയ മാറ്റങ്ങൾ സെക്കൻഡ്സിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളതറിയുന്നില്ല. ഇവിടെ തന്നെ PhDക്ക് പഠിക്കുന്ന അധ്യാപകനുണ്ട്. അതുപോലെ ലോകത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ, പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളും അതിൻ്റെ റിസൾട്ടുകളും ലോകത്തെ അനുനിമിഷം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനുനിമിഷം മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് ഇസ്ലാമിക പ്രബോധകൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്ത്? ഇസ്ലാമിക പ്രബോധനത്തിൽ നിർവഹിക്കേണ്ട മാധ്യമം ഏതാണ്?
ഏത് രീതിയിലാണ് നമ്മൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കേണ്ടത് തുടങ്ങിയ ഒട്ടനവധി വെല്ലുവിളികൾ നിങ്ങളെ മുമ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളൊന്നും വളർന്നു വന്ന, എൻ്റെ തലമുറ വളർന്നു വന്നൊരു ചുറ്റുപാടിലേക്കല്ല നിങ്ങൾ വളർന്നു വരാനുള്ളത്. ഞങ്ങളുടെ ഒരു തലമുറ തന്നെ ഒരു വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഞങ്ങൾക്കൊന്നും ഊഹിക്കാൻ പോലും കഴിയാത്ത മാറ്റങ്ങൾ ലോകത്ത് നടന്നു കഴിഞ്ഞു. ഈ ഒരു എനിക്ക് 60 വയസ്സായി തുടങ്ങി. ഈ 60 വയസ്സാകുന്നതിനിടയിൽ വലിയ മാറ്റങ്ങൾ നടന്നു. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു 60 വയസ്സാകുമ്പോൾ ഈ കാണുന്ന ലോകമൊന്നുമല്ല ഉണ്ടാകാൻ പോകുന്നത്. വേഗത്തിന് ഇത്ര വേഗതയോ എന്ന് ചോദിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം ഞാനും നിങ്ങളുള്ളത്. എല്ലാറ്റിനും നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കും എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും, ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യും. ജനാധിപത്യത്തിൽ ഇനി വോട്ടെടുപ്പ് വേണമെന്നുണ്ടാവുകയില്ല. ഏറ്റവും നല്ല MLA ആണ് എന്ന് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർട്ടിഫിഷ്യൽ മാൻ അത് തിരഞ്ഞെടുത്ത് തരും. അങ്ങനെ മനുഷ്യനെ തന്നെ, മനുഷ്യൻ്റെ അസ്തിത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഇപ്പോൾ പോലും നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ഏറ്റവും നല്ല ബിസിനസ് ഏതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകനോട് ഞാൻ ചോദിച്ചു, ഇന്ന ബിസിനസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അവൻ ദുബായിലാണ്. അപ്പോൾ അവൻ പറയില്ല ആ ബിസിനസ്സിന് സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അങ്ങനെ അത് പറയുന്നു? അല്ല, ഞാൻ ജെമിനി എന്ന് പറയുന്ന ഒരു ജെമിനി എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ, പറഞ്ഞ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, കുട്ടികൾക്കേ അറിയുള്ളൂ. ജെമിനി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇത് നോക്കിയിട്ടാണ് പറയുന്നത്. അവർ പറയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. AI പറയുകയാണ് അത് വേണ്ട, അതിൻ്റെ സാധ്യത കുറവാണ്, അതിന് ഇത്ര ഡിമാൻഡ് ഉണ്ട്, ഇത്ര വിതരണക്കാർ ഇത്ര ആവശ്യമുള്ളൂ, അത് ലോകത്ത് ആവശ്യമുള്ള അത്ര ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ആവശ്യമുള്ള അത്രയുണ്ട് എന്നുള്ളത് ജെമിനി പറഞ്ഞു കൊടുക്കുകയാണ്. സിരിയും അലക്സയും അതുപോലെ തന്നെ ചാറ്റ് GPT-യും ഒക്കെ നിങ്ങളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഞങ്ങളൊക്കെ ആശങ്കയോടുകൂടി കാണുകയാണ്. രാജ്യങ്ങൾ അതിർത്തികളില്ലാതെയാകും, മനുഷ്യന്മാർ തമ്മിലുള്ള വേർതിരിവുകളില്ലാതെയാകും, നമ്മൾ തമ്മിലുള്ള പ്രായവ്യത്യാസം എല്ലാറ്റിൻ്റെയും മറ പൊളിഞ്ഞു പോകുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ അപ്രസക്തമാകും, നമ്മുടെ ഷായറുകളൊക്കെ അപ്രത്യക്ഷമാകും, നമ്മുടെ ചിന്തകൾ പോലും സ്വാധീനിക്കാൻ കഴിയുന്നു. ഒരു പക്ഷേ ഇനി അടുത്ത കാലം അധികം വൈകാതെ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ വെർച്വൽ ഇൻ്റലിജൻസ് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഇപ്പോൾ ഫോൺ വിളിക്കണമെങ്കിൽ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് ടച്ച് ചെയ്യണം. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒരു വിചാരിച്ചാൽ തന്നെ അപ്പുറത്തെ ആൾ എന്നോട് സംസാരിക്കാൻ കഴിയുന്ന വിധം വളരെ ദൂരം സംസാരിക്കാൻ കഴിയുന്ന, വളരെ ദൂരത്തിൽ അമേരിക്കയിലുള്ള ആളുകൾ ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ ഇത് ഇപ്പം നിൽക്കണം, നമ്മുടെ സ്മാർട്ട് ഫോണിൽ അത് അടിക്കണം. എന്നാൽ സ്മാർട്ട് ഫോണിൽ അടിക്കുന്നതിന് പകരം നമ്മുടെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ അവിടെയുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും വലിയ ചാലഞ്ചായിട്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും, പ്രവാചകന്മാരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യും, നമ്മുടെ ചരിത്രത്തെ അവർ ചോദ്യം ചെയ്യും. എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ പ്രാപ്തമാവുക എന്നുള്ളതാണ് പുതിയ ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് ലോകത്താകമാനം പിന്നെ മിത്രങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു സ്കൂൾ പഠിക്കുന്ന സമയത്ത്, പ്രൈമറി സ്കൂൾ പഠിക്കുന്ന സമയത്ത്, എൻ്റെ ബാല്യകാലത്ത് എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അത്താണിക്കൽ എന്ന് പറയുന്നത് ഗ്രാമത്തിലെ ആ ഫ്രണ്ട്സിനെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഹൈസ്കൂളിലേക്ക് ഞാൻ പഠിച്ചു കയറിയപ്പോഴേക്കും ഒരു പക്ഷേ എൻ്റെ പഞ്ചായത്തിലുള്ള ഫ്രണ്ട്സിനെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ മലപ്പുറം ജില്ലയിലെ, അതും മലപ്പുറം ജില്ല മുഴുവൻ കിട്ടുകയില്ല, PGക്ക് പഠിച്ചപ്പോഴേക്ക് മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുനിന്ന് മറ്റു പ്രദേശത്ത്, കണ്ണൂർ പോലെയുള്ള പ്രദേശത്തുനിന്നും PGക്ക് ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആഫ്രിക്കയിലുള്ള ഇന്നയാൾ എൻ്റെ ഫ്രണ്ടാണ്, അമേരിക്കയിലുള്ള ഇന്നയാൾ എൻ്റെ ഫ്രണ്ടാണ്, സൗദി അറേബ്യയിലുള്ള എൻ്റെ ആൾ എൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അങ്ങ് ദൂരെയുള്ള UK, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇവിടെയൊക്കെയുള്ള ഒരുപാട് ഫ്രണ്ട്സുകൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാകും. അങ്ങനെ ഈ ഫ്രണ്ട്സുകളെല്ലാം ലോകത്താകമാനമുള്ള ഫ്രണ്ട്സുകളുള്ള ഇപ്പം നിങ്ങൾ കൗമാരപ്രായം പിന്നിട്ട് യുവത്വത്തിലേക്ക് കടന്നൊരു കാലഘട്ടമാണ്. യുവത്വത്തിലേക്ക് കടന്നപ്പോഴേക്ക് നിങ്ങൾക്ക് ലോകത്താകമാനം ഫ്രണ്ട്സ് ഉണ്ടാവുകയും, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ നാട്ടിലെ ഗ്രാമപ്രദേശത്ത് കണ്ട ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ കൈവെള്ളയിൽ ആ ഫ്രണ്ട്സിനെ മുഴുവൻ സ്വീകരിക്കുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. ആ ഗ്ലോബൽ വില്ലേജിലേക്ക് മാറിയപ്പോൾ പുതിയ തലമുറ, പുതിയ കാലഘട്ടം, പുതിയ വേഗത, പുതിയ സാങ്കേതിക വിദ്യ, പുതിയ ചാലഞ്ചസ്, ഇതെല്ലാം അതിജീവിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളായി
നിങ്ങൾ വളരണം, അതിനനുസൃതമായ കഴിവുകൾ നിങ്ങൾ പ്രകടിപ്പിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫെസ്റ്റിവലിൽ ആ കഴിവുകളുടെ പ്രകടനമാണ് ഇവിടെ നടക്കുക എന്ന് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഇപ്പം കാണുന്ന ലോകത്തെ അല്ല നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത്, വരാനുള്ള ലോകത്തെ, വരാനുള്ള തലമുറയെ, വരാനുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുവാനും ആ വെല്ലുവിളികളെ അതിജീവിക്കുവാനും പ്രാപ്തമായിട്ടുള്ള ഒരു കുട്ടികളായി നിങ്ങൾ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഡിഗ്രികളുടെ പോലും ഇവിടെ തന്നെ നിങ്ങൾ ഇപ്പം കൊമേഴ്സ് BCom എടുത്ത കുട്ടികളാണ് ഈ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ഉള്ളത് എന്ന് ഞാൻ ഇവിടെ എന്നോട് ഉസ്താദ് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷനിൽ പോലും ഇനി അത് അടിക്കടി മാറ്റമൊന്നുമില്ല. UGCയിൽ പുതിയ ആലോചന എന്ന് പറയുന്നത് ബ്രൈറ്റ് ഡിഗ്രിയാണ്. ആ ബ്രൈറ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ 18 മാസം കൊണ്ട് ഡിഗ്രി കിട്ടുന്ന, എന്തിനാണ് 4 മാസം 4 വർഷം വരെ, ആ 4 വർഷത്തേക്ക് നമ്മൾ ഇന്ത്യ പോകാൻ കാരണം എന്താണ്? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 4 വർഷത്തെ ഡിഗ്രിയാണ്. അപ്പോഴേക്ക് അവർ വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും 4 വർഷത്തെ ഡിഗ്രി എന്നതിന് പകരം ബ്രൈറ്റ് UG കൊടുക്കുന്നു, ബ്രൈറ്റ് ബിരുദം കൊടുക്കുന്നു. ബ്രൈറ്റ് ബിരുദം എന്ന് പറഞ്ഞാൽ ഒരു 18 മാസം. എന്തിനാ വെറുതെ 4 കൊല്ലം ചിലവഴിക്കുന്നത്? നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ഗ്രഹിക്കാൻ ഒരു 18 മാസം മതി എന്നുള്ള കണ്ടെത്തലിലേക്ക് UGC പോലും അതിൻ്റെ സിലബസ് പരിഷ്കരണ കമ്മിറ്റിയുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമ്മൾ കേരളം 4 വർഷത്തെ ഡിഗ്രി ഇപ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് കൺഫ്യൂഷൻസാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് പോലും ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലായിരിക്കും, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലായിരിക്കും നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എവിടെയാണെങ്കിലും ശരി, ഈ 4 വർഷത്തെ ഡിഗ്രി അതിൻ്റെ കോഴ്സ് എന്താണ്, അതിൻ്റെ കോഴ്സ് പീരീഡ് എത്രയാണ്, അതിൻ്റെ സിലബസ് കണ്ടൻറ്റ് എന്താണ് എന്നുപോലും നിർണ്ണയിക്കാത്തൊരു സമയത്ത് പുതിയ പരീക്ഷണത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പരീക്ഷണം പൂർത്തിയാകുമ്പോഴേക്ക് വീണ്ടും മാറ്റങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിവുള്ള കുട്ടികളാകണം നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. കാരണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ലോകം വേഗത്തിൽ അതിശീഘ്രം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള കുട്ടികളാണ് നിങ്ങൾ. അതിനുമാത്രം ബുദ്ധിശക്തി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലോകത്ത് ഇപ്പോൾ നമ്മൾ ഏറ്റവും മുതിർന്നു നിൽക്കുന്നതാണ്. എവിടെയും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഞാനതിലേക്ക് ഇപ്പോൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. വ്യക്തിത്വം, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക് വ്യക്തിത്വം, ആ ഇസ്ലാമിക ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന പുതിയ തലമുറയിലെ പുതിയ ഏറ്റവും വലിയ വക്താക്കളായി, ഇസ്ലാമിൻ്റെ വക്താക്കളായി, ഇന്ത്യയുടെ വക്താക്കളായി, നമ്മുടെ സമൂഹത്തിൻ്റെ വക്താക്കളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും അതിനുതകുന്ന വിധത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ ഇന്ന് ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായി മാറാൻ കഴിയട്ടെ. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിനും കേട്ടതിനും ഞാൻ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.